ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമുക്ക് ഒരു സംഭവകഥ ഇന്നും പഠിക്കാം. കഴിഞ്ഞ ദിവസം നാം കണ്ടു, യാക്കോബും ലാബാനും തമ്മിൽ അവർ രണ്ടുപേരും കൂടെ ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിക്ക് സാക്ഷ്യത്തിൻ്റെ കൂമ്പാരം എന്ന് പേരിട്ടു. അവിടെ വെച്ച് അവർ ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടു കൂടി ലാബാൻ തൻ്റെ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ യാക്കോബും തൻ്റെ സ്ഥലത്തേക്ക് പോകുവാൻ പുറപ്പെട്ടപ്പോൾ ഈ ദൈവത്തിൻ്റെ ഒരു സേനയെ അവൻ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ സേന എന്ന് പറഞ്ഞു. അതിനുശേഷം യാക്കോബ് തൻ്റെ ജ്യേഷ്ഠനായ ഏശാവിൻ്റെ അടുത്തേക്ക് സെയീർ ദേശത്തേക്ക് അല്ലെങ്കിൽ പോകുവാനായിട്ട് യാത്ര പുറപ്പെട്ടു. അങ്ങനെ യാത്ര പുറപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു നമുക്കറിയാം. ഈ ഏശാവിനെ 2 പ്രാവശ്യം യാക്കോബ് ചതിച്ചതാണ്. ആദ്യത്തെ പ്രാവശ്യം പായസം മേടിച്ച് തൻ്റെ ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് പായസം കൊടുത്ത് അങ്ങനെ ജ്യേഷ്ഠാവകാശം മേടിച്ചു. രണ്ടാമത്തേത് സൂത്രത്തിൽ ആടിനെ കൊന്ന് ഭക്ഷണം ഉണ്ടാക്കി അപ്പന് കൊടുത്ത് അനുഗ്രഹവും വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഭയം ഈ യാക്കോബിലുണ്ട്. ഏശാവിനെ കാണുമ്പോൾ സ്വന്തം ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തുണ്ടാകും, എന്തു സംഭവിക്കും എന്നൊക്കെ യാക്കോബിന് ഭയമുണ്ടായിരുന്നു. നമുക്കറിയാം, യാക്കോബിൻ്റെ അമ്മ അപ്പോൾ റിബേക്ക ആ സമയം കൊണ്ട് മരിച്ചുപോയി. അപ്പോൾ റിബേക്കയും ഇല്ല അവിടെ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇസഹാക്കുണ്ട്, എന്നാൽ റിബേക്ക മരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഭയം അവനിലുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഏശാവിൻ്റെ അടുക്കൽ ആളെ അയച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ വരുവാണ്, യജമാനോട് കൃപ തോന്നി, എന്നോട് കൃപ തോന്നേണ്ടതിന് യജമാനെ അറിയിപ്പാൻ ആളെ അയക്കുന്നു എന്ന് പറഞ്ഞാണ് അവിടെ പറയുമ്പോൾ, എനിക്ക് കാളയും കഴുതിയും ആടും ദാസിദാസന്മാരും ഉണ്ട്, നിനക്ക് എന്നോട് കൃപ തോന്നേണ്ടതിനാകുന്നു യജമാനെ അറിയിപ്പാൻ ആളയക്കുന്നത്. ദൂതന്മാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഏശാവിൻ്റെ അടുക്കൽ വിവരം പറഞ്ഞപ്പോൾ ഏശാവ് ഇതെല്ലാം അങ്ങ് മറന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഏശാവ് വളരെ സന്തോഷത്തോടുകൂടെ യാക്കോബിനെ 400 ആളുമായിട്ട് എതിരേൽപ്പാനായിട്ട് പുറപ്പെട്ടു. എന്നിട്ട് അപ്പോൾ ചെന്നവരെ യാക്കോബിൻ്റെ അടുക്കൽ വന്നിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, 400 ആളുകളുമായിട്ട് നിന്നെ എതിരേൽപ്പാനായിട്ട് ഏശാവ് പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. യാക്കോബിന് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, ഭയമുണ്ട്. കാരണം അത്രയും ചതുവാണ് ഏശാവിനോട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് യാക്കോബ് ഏറ്റവും ഭ്രമിച്ചു, ഭയവശനായെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. ഈസി ആയിട്ടുള്ളതാണ്. ദൈവത്തോട് മല്ല് പിടിച്ച ഒരു വ്യക്തി അതെങ്ങനെ മല്ല് പിടിച്ചതെന്നുള്ളത് നമുക്ക് കാണാം. ദൈവത്തോട് മല്ല് പിടിച്ചപ്പോൾ അവൻ്റെ പേര് തന്നെ മാറി. അവന് യാക്കോബ് എന്ന ചതിയൻ ഇസ്രായേൽ എന്ന ആളായിട്ട് മാറ്റി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കുന്നവനായിട്ട് തീർന്നു. ചതിയനായിട്ടുള്ള യാക്കോബ് മാറി അനുഗ്രഹമായ ഇസ്രായേലായിട്ട് തീർന്നു എന്ന് നമുക്ക്, ദൈവത്തോട് മനുഷ്യരോട് മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിൻ്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്നവൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ കണ്ടത് യാക്കോബിന് ഇസ്രായേലായിട്ട് പേരുമാറിയ സംഭവമാണ് നാം കാണുന്നത്. യാക്കോബ് ഏശാവിൻ്റെ അടുത്തേക്ക് ആളെ അയച്ച് പറഞ്ഞപ്പോൾ 400 പേരുമായിട്ട് വരുന്നു എന്ന് കണ്ടപ്പോൾ അവൻ ഭയപ്പെട്ടു, അവൻ ഭയപരവശനായി. അത് കഴിഞ്ഞിട്ട് അവനൊരു കാര്യം ചെയ്തു. ഉപായിയാണല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ പേര് പിന്നെയാണ് മാറുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആടുമാടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും അതുപോലെ തന്നെ ജനത്തെയും 2 കൂട്ടമായിട്ട് വിഭാഗിച്ചു. എന്നിട്ട് അവന് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തു. ഏശാവ് ഒരു കൂട്ടത്തിൻ്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചാൽ മറ്റേ കൂട്ടത്തിന് ഓടിപ്പോകാമല്ലോ എന്ന് പറഞ്ഞു. 400 പേരുമായിട്ടാണ് വരുന്നത്. അപ്പോൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കൂട്ടമെങ്കിലും രക്ഷപ്പെടും എന്നാണ് യാക്കോബ് വിചാരിച്ചത്. അങ്ങനെ അതിന് ശേഷം യാക്കോബ് ചെയ്തത് എന്തെന്ന് വെച്ചാൽ, കുറച്ച് ആടുകളെയും സാധനങ്ങളും ഒക്കെ ആയിട്ട് ആദ്യമായിട്ട് കുറച്ച് മുൻപിൽ
ഏശാവിന് സമ്മാനം മനുഷ്യരുടെ കണ്ണിനെ അന്ധമാക്കുന്നെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അതിനു വേണ്ടി ഒരു സൂത്രം, അവൻ കുറച്ച് ആടുകളെ 200 കോലാടിനെയും 20 കോലാട്ടുകൊറ്റനെയും 200 ചെമ്മരിയാടിനെയും 20 ചെമ്മരിയാട്ടിൻ കൊറ്റനെയും കറുവുള്ള 30 ഒട്ടകത്തെയും അവയുടെ കുട്ടികളെയും 40 പശുവിനെയും 10 കാളയെയും 20 പെൺകഴുതയെയും 10 കഴുതക്കുട്ടിയെയും വേർതിരിച്ചു. അത് കഴിഞ്ഞിട്ട് തൻ്റെ ദാസന്മാരുടെ പക്കൽ ഓരോ കൂട്ടത്തെ പ്രത്യേകമായി ഏൽപ്പിച്ചു. തൻ്റെ ദാസന്മാരോട്, നിങ്ങൾ എനിക്ക് മുമ്പായി കടന്നുപോയി അതാത് കൂട്ടത്തിനും മധ്യേ ഇടയിടുവീനെന്ന് പറഞ്ഞു. ഒന്നാമത് പോകുന്നവരോട് അവൻ പറഞ്ഞു, ഏശാവ് ചോദിച്ചു കഴിഞ്ഞാൽ വിവരം ഇത് യജമാനായ ഏശാവിന് അയച്ചിരിക്കുന്ന സമ്മാനമാകുന്നു, അത് അവനും പിന്നാലെ വരുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും യാക്കോബ് ഏശാവിന് വേണ്ടി കൊടുത്തു വിട്ടു. അതിനുശേഷം അവൻ്റെ മനസ്സിൽ സമ്മാനമാണ് അവൻ്റെ മനസ്സിൽ അപ്പോൾ ഉള്ള സമ്മാനം കൊണ്ട് ഏശാവിനെ പ്രസാദിപ്പിക്കാനെന്നാണ് അവൾ വിചാരിച്ചത്. അതിനുശേഷം അവൻ തൻ്റെ ഭാര്യയും മക്കളെയും അതും 2 കൂട്ടമായിട്ട് 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി എബ്രോക്ക് കടന്നു. അങ്ങനെ എല്ലാവരെയും അവൻ അക്കരെ കടത്തി. എബ്രോക്ക് കടവിൻ്റെ അക്കരെ അവരെല്ലാവരെയും കടത്തി. അത് ഏറ്റവും ഒടുവിലായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും അതുപോലെ തന്നെ യോസേപ്പിനെയും ബാക്കിയുള്ളവരെ ഓരോ കൂട്ടമായിട്ട് ഭാര്യമാരുടെയും ഇതിൻ്റെ ഓരോ കൂട്ടമായിട്ട് മക്കളെയും നിർത്തി അങ്ങനെ എല്ലാവരും എബ്രോക്ക് കടന്നു. അങ്ങനെ ഉപായിയായിട്ടുള്ള യാക്കോബ് എബ്രോക്ക് കടവ് കടന്നു. അവൻ തനിച്ച് ഒറ്റയ്ക്കായി. അവൻ ഒറ്റയ്ക്കാകിയപ്പോൾ ഒരു പുരുഷൻ ഉഷസാകുവോളം അവനോട് മല്ല് പിടിച്ചു. ദൈവത്തിൻ്റെ ദൂതൻ അവിടെ മല്ല് പിടിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവനെ ജയിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ടു. ആകയാൽ അവനോട് മല്ല് പിടിക്കുകയിൽ യാക്കോബിൻ്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിൻ്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ല് പിടിച്ചതുകൊണ്ട് ഇനി നിൻ്റെ പേർ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു. ആ ദൂതൻ അവൻ്റെ പേരെല്ലാം മാറ്റി യാക്കോബ് ഉപായി മരിച്ചു. ഇന്ന് അതിൻ്റെ സ്ഥാനത്ത് ഇസ്രായേൽ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ച വ്യക്തിയായിട്ട് അവൻ ആയിത്തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യാക്കോബിന് ദൈവവുമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഒരു സമ്പർക്കം അവിടെ ഉണ്ടായി, തനിച്ചായിരിക്കുന്ന സമയത്ത് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കുഞ്ഞുങ്ങളെ, നമ്മളും നമ്മുടെ കർത്താവുമായിട്ട് എന്ത് ചെയ്യണം? കർത്താവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് കർത്താവിനോട് സംഭാഷിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ ആ ദൂതൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അബ്രഹാം അവനോട് ചോദിച്ചു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, എൻ്റെ പേര് ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷം ആ ദൂതൻ പോവുകയും യാക്കോബ് പറഞ്ഞു, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ട് എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് യാക്കോബ് പറഞ്ഞ ആ സ്ഥലത്തിന് പെനിയേൽ എന്ന് പേരിട്ടു. അങ്ങനെ പെനിയേൽ അതിനുശേഷം അവൻ ആ പെനിയേൽ കടന്നു. അവൻ ഉളുക്കോട് കൂടിയാണ് അവൻ ആ അക്കരെ കടന്നെന്ന് യാക്കോബ് ഇസ്രായേലായപ്പോൾ ഒരു ഉളുക്ക് അവിടെ സംഭവിച്ചു. അവൻ സ്വയം നഷ്ടപ്പെട്ടു. സ്വയം ഞാനെന്ന ഭാവം തീർന്നു. അവൻ ഞൊണ്ടിയാണ് ഇത് കിടക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ ഇന്നുവരെയും തുടയുടെ തടത്തിലെ ഞരമ്പ് തിന്നുമാറില്ല. അവിടെ ഉപായിയായ യാക്കോബ് ഇസ്രായേലായ ചരിത്രമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ നിന്ന് അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് യാക്കോബ് വളരെ ബുദ്ധിയോടുകൂടി തന്നെ ഏശാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് നോക്കുന്ന നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ബുദ്ധിയോടുകൂടി പെരുമാറിയെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ ശത്രുവിനെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ രണ്ടാമതായിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അവൻ തനിച്ച് ദൈവവുമായിട്ടുള്ള ആ സമ്പർക്കത്തിന് വേണ്ടി ഈ യാക്കോബിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും അവൻ ദൈവവുമായിട്ടുള്ള ദൈവത്തെ യാഗം കഴിച്ച് ദൈവത്തോട്
യാചിക്കുന്നവനായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും തനിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് യാക്കോബ് തയ്യാറായി. അതുകൊണ്ടാണ് ദൂതനുമായിട്ടുള്ള സംസർഗമുണ്ടാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ഇവിടെ യാക്കോബിൻ്റെ തുടയെ തൊട്ടു അവൻ ഉൾക്കൊള്ളുവാനായിട്ട് തീർന്നു. അതെ, മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യാക്കോബ് അവൾ അവിടെ ഇല്ലാതാകുന്നതാണ്. സ്വയം അവനെന്ന ഉപായി അവിടെ ഇല്ലാതെയാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാലാമതായിട്ട് യാക്കോബ് എന്ന ഉപായി ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇസ്രായേൽ എന്ന വ്യക്തി അവിടെ ഉണ്ടാകുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അഞ്ചാമതായിട്ട് അവൻ പറയുന്നത്, ഞാൻ ദൈവത്തെ കണ്ടു, എന്നാലും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആ തനിച്ചായിരിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ആറാമതായിട്ട് നമുക്ക് കാണുന്നത് യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് ഇടയായിട്ട് തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദിവസം ഞങ്ങളെ നീ ഇത്രത്തോളം സഹായിച്ചു, സ്തോത്രം. ദുഷ്ട നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, സ്തോത്രം. വിശ്വസ്തരായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവുമായിട്ടുള്ള ആ ഏകാന്തതയിൽ കർത്താവുമായിട്ടുള്ള സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയോട് ഒത്ത് ജീവിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സഹായിക്കണം. ഞങ്ങളുടെ മുറുകെ പറ്റുന്ന പാപങ്ങളെല്ലാം വിട്ട് കർത്താവിനെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയായിട്ടുണ്ട് സ്തോത്രം. എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയുമായിട്ട് അപേക്ഷിക്കുന്നു. കേട്ടതുകൊണ്ട് സ്തോത്രം. ആമീൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കണിൽ കൈ അമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിലും കൂടെ കൈ അമർത്തുവാനായിട്ട് ഓർക്കണം. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.